ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ളത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രാപ്തി എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് കിട്ടാവുന്നതിലും വെച്ചുള്ള ഏറ്റവും വലിയ അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ: ഈശ്വരാനുഭൂതി. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു പ്രാപ്തിയില്ല നമുക്ക്. ഈ ഒരു സത്യം നമ്മൾ ഭാരതീയരല്ലാതെ വേറെ ആര് മനസ്സിലാക്കാൻ? ഈ സത്യം മനസ്സിലാക്കാതെ ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ ജീവിച്ചിട്ട് എന്താണ് നേട്ടം? ഒരു ദിവസം നമ്മളിതെല്ലാം വിട്ടിട്ട് പോവുമല്ലേ? കാലിക്കൈയോടെ വന്നവരാണ് നമ്മൾ, കാലിക്കൈയോടെ തന്നെ തിരിച്ചു പോവും. അത് ഭൗതിക നേട്ടങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് ഈ ഭൗതികമായതൊന്നും എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. ഇതിനെല്ലാം ഉപരിയായിട്ട് ആ ഈശ്വരീയ അനുഭൂതി, അതിൻ്റെ ശക്തമായ അനുഭവം, അതിൻ്റെ പരിധിയില്ലാത്ത അനുഭവം, അത് ഉള്ളിൽ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഭക്തമീരയുടെ നാടാണിത്. മീരയുടെ അനുഭവം എന്താണ്? മീര കൃഷ്ണൻ്റെ ഓർമ്മയിൽ ലയിച്ച് ലയിച്ച് ജീവിതം മുഴുവനും ചെലവഴിച്ചു. ആ മീരയെപ്പോലെ ഇന്ന് ആരുണ്ട് ഭക്തന്മാർ? അല്ലെങ്കിൽ ഭക്തി ചെയ്യുന്ന സ്ത്രീകൾ എത്ര പേരുണ്ട്? അതുപോലെ തന്നെ നാരദൻ നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ടുള്ള സമയം, ആ ഒരു നിമിഷം പോലും ആ ശബ്ദം പറയാതിരിക്കില്ല. അത്ര അഖണ്ഡ നാമമാണ്. അതാണ് നാരദൻ്റെ വിശേഷത. ഇന്ന് മനുഷ്യന് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വളരെയധികം സമയമുണ്ട്. പക്ഷേ ആരുണ്ട് അങ്ങനെ നാരായണ നാരായണ എന്ന് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ജപിക്കുന്നവർ, ഓർമ്മിക്കുന്നവർ? അപ്പം നമ്മുടെ മുന്നിൽ ഈ കഥാപാത്രങ്ങളെ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ പുരാണങ്ങളിൽ പറയുന്ന ഓരോ കഥാപാത്രങ്ങളിലെയും വിശേഷതകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് നമ്മൾ അതെല്ലാം കേൾക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു ദിവസത്തിൽ എത്രയോ നേരം നമ്മൾ TV-യുടെ മുന്നിൽ ചെലവഴിക്കുന്നു. അതിലെത്ര സീരിയൽ നമ്മൾ കാണുന്നു, ഈ ഭക്തിയുടെ സീരിയൽ. എന്നാൽ അതിലേതെങ്കിലും ഒരു നല്ല ഭക്തനെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇതെല്ലാം കാണുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ലക്ഷ്യം കൂടി നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. അവരെന്ത് അനുഭവിച്ചോ അത് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കണം, വേണ്ടേ? അല്ലാതെ അത് കണ്ടിട്ട് നമ്മൾ എഴുന്നേറ്റ് പോയിട്ട് എന്താ കാര്യം? നമുക്കത് അനുഭവിക്കണം. അപ്പം നിങ്ങൾ ഈ ഒരു ലക്ഷ്യം വെക്കണം, നമ്മളിത് അനുഭവിക്കണം എന്നുള്ളത്. ഈ അനുഭൂതി ഉള്ളിൽ കൊണ്ടുവരണം. എന്നിട്ട് ഈ അനുഭൂതി ദിവസവും കുറച്ചു നേരം ഏകാന്തമായിരുന്നിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം തന്നെയാണിത്. അപ്പം നമ്മുടെ ലക്ഷ്യത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം. മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഒരു ഘടകമാക്കി ഇതിനെ മാറ്റണം, ഈ അനുഭൂതിയെ മാറ്റണം. അപ്പോൾ സാധാരണ ഒരു ഭക്തി ചെയ്താൽ പോരാ. കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ഈശ്വരനെ ഓർമ്മിച്ചാൽ പോരാ. ഈശ്വരനെ ഓർമ്മിക്കുന്നതും ഒരു ദിനചര്യയാക്കി മാറ്റണം. എവിടെ ഇരുന്നാലും നമ്മളുടെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എവിടെയെല്ലാം പോയിരുന്നാലും ഈശ്വരനെ ഓർമ്മിക്കുന്നത് ജീവിതത്തിൽ ഒരു ചിട്ടയാക്കി നമുക്ക് മാറ്റാം. പണ്ട് ഒരു ഭക്തൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്: ഹേ കൃഷ്ണ, അങ്ങയ്ക്ക് എന്താണ് അർജുനനോട് മാത്രം ഇത്ര സ്നേഹം, ഇത്ര പ്രീതി എന്ന് ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ ഉത്തരമൊന്നും പറഞ്ഞില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞു, വരൂ, ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്ന്. എന്നിട്ട് അർജുനൻ കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. അർജുനൻ ഉറങ്ങുന്നതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ ശ്രീകൃഷ്ണൻ ഭക്തനോട് പറഞ്ഞു, അർജുനൻ്റെ അടുത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. നോക്കുമ്പോൾ അർജുനൻ നല്ല ഉറക്കത്തിലായിരുന്നു. അർജുനൻ്റെ ഓരോ ശ്വാസത്തിലും കൃഷ്ണ 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 എന്നുള്ള താളം കേൾക്കാമായിരുന്നു. ഉറക്കത്തിൽ പോലും അർജുനൻ കൃഷ്ണനെ വേർപിരിഞ്ഞിരുന്നില്ല എന്നാണ് അർജുനൻ്റെ ആ സ്നേഹം വിളിച്ചു പറയുന്നത്. ഇതായിരുന്നു അർജുനൻ്റെ ഭക്തി. അർജുനൻ ഇരുന്ന് ഭക്തി ചെയ്തോ എന്തോ, എന്നാൽ അർജുനൻ്റെ ഉള്ളിൽ സത്യമായ ഭക്തി ഈശ്വരനോട് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കണ്ടോ, ഇതാണ് യഥാർത്ഥ ഭക്തി.
അതായത് ഉറക്കത്തിൽ പോലും ഈശ്വരനെ വിട്ടുപിരിയാനാവാത്ത, വേർപിരിയാനാവാത്ത ഒരവസ്ഥ. അത്രമാത്രം ഈശ്വരനുമായിട്ട് ബന്ധനസ്ഥനായ ഒരവസ്ഥ. ആ ഒരു ബന്ധനം, അതായത് പല പല ബന്ധനങ്ങളുണ്ട് നമുക്ക്. കാരണം ഒരു ബന്ധനത്തിൽ പെട്ടുപോയാൽ നമുക്കതിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റില്ല. കാരണം നമ്മൾ ബന്ധനത്തിലാണ്, അല്ലേ? അതേപോലെ ഈശ്വരനുമായിട്ടൊരു ബന്ധനം ഉണ്ടാക്കുന്നത് ഏറ്റവും അമൂല്യമായൊരു ബന്ധനമാണ്, ഏറ്റവും പ്രാപ്തി ഉണ്ടാക്കുന്ന ഒരു ബന്ധനമാണ്, ഏറ്റവും മധുരമായൊരു ബന്ധനമാണ്. അപ്പോൾ ഈശ്വരനുമായിട്ടുള്ള ബന്ധനത്തിലൂടെ നമുക്ക് നമ്മുടെ എല്ലാ പാപത്തിനെയും ഭസ്മമാക്കാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നശിപ്പിച്ച, അധപതിപ്പിച്ച വളരെയധികം മോശമായ സംസ്കാരങ്ങൾ, ശീലങ്ങൾ, അതെല്ലാം തന്നെ ഈശ്വരനുമായിട്ടുള്ള ബന്ധനത്തിലൂടെ നമ്മൾ ഇല്ലാതാക്കും. നമ്മൾ ഒരു കാലത്ത് ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്, യഥാർത്ഥത്തിൽ ഈശ്വരനെ അനുഭവിക്കണമെങ്കിൽ സന്യാസം ചെയ്യണം. സന്യാസം എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വീട്, കുടുംബം, നമ്മളുടെ മക്കള്, കടമകൾ ഇവയെല്ലാം ത്യാഗം ചെയ്തിരുന്നു എവിടെയോ ഏകാന്തമായി പോയിരുന്നു ഈശ്വരനെ ഓർമ്മിക്കുക. ഇതാണ് സന്യാസം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ നമ്മൾ എന്താണ് ത്യാഗം ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിൽ വരുന്ന ചപലമായ ചിന്തകൾ, വ്യർത്ഥമായ ചിന്തകൾ, നമുക്ക് ഈശ്വരനിൽ മനസ്സ് ഏകാഗ്രമാകാൻ സാധിക്കാതെ, സമ്മതിക്കാതെ വരുന്ന ചിന്തകളെയാണ് ത്യാഗം ചെയ്യേണ്ടത്. ആ ത്യാഗമാണ് സന്യാസം. അങ്ങനെ നിങ്ങളുടെ ചിന്തകളെ, അഥവാ വ്യർത്ഥ ചിന്തകളെ നിങ്ങൾ സന്യസിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈശ്വരന്റെ അനുഭൂതിയിലേക്ക് ലയിക്കാൻ സാധിക്കും. നിങ്ങൾ അത്രയേ ചെയ്യാനുള്ളൂ. മനസ്സിനുള്ളിൽ ഒന്ന് ആ പരിധിയില്ലാത്ത സ്നേഹം കൊണ്ടുവരണം. പിന്നൊന്ന് നിങ്ങളുടെ ചിന്തകളെ പിടിച്ചു നിർത്തണം. അപ്പം ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് രാവിലെയും വൈകിട്ടും കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ ഈശ്വര ചിന്തയിൽ ഏകാഗ്രമാകാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മളുടെ മനസ്സിലെ ചിന്തകളെ കുറച്ചു നേരം ഈശ്വരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. നമ്മളുടെ ചിന്തകൾ പല സ്ഥലത്തും കറങ്ങുന്നു. ഈ പല സ്ഥലത്തേക്കും നമ്മൾ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ഈശ്വരനിലേക്ക് സഞ്ചരിക്കുന്നൊരു മനസ്സ്, ഇപ്പം നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഓടും, അല്ലേ? ചിലപ്പം ഒരു മകൻ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ അമ്മയുടെ മനസ്സ് മകൻ്റെ അടുത്തേക്ക് ഓടും, അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വീട്ടിൽ നടന്നാൽ ആ പ്രശ്നത്തിലേക്ക് നമ്മുടെ മനസ്സ് ഓടും. നമ്മുടെ മനസ്സ് തിരക്കിട്ട് പായുന്നത് അങ്ങനെയുള്ള സാധാരണമായ കാര്യങ്ങളിലാണ്. അതിനൊക്കെ നമുക്കൊരു നിവാരണം കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്നാൽ ഈശ്വരൻ്റെ അടുത്തേക്ക് നമ്മൾ ഓടാറുണ്ടോ? ഈശ്വരൻ്റെ അടുത്തേക്ക് പായുന്നൊരു മനസ്സ്, ഈശ്വരൻ്റെ അടുത്തേക്ക് തിരക്കിട്ട് പോകുന്നൊരു മനസ്സ്, അത് നമുക്കില്ല. അങ്ങനെ ഒരു മനസ്സും കൂടി കൊണ്ടുവന്നൂടെ? അപ്പം മറ്റുള്ള കാര്യത്തിലേക്ക് തിരക്കിട്ട് പോകുന്ന മനസ്സിന് ആ ശീലമുണ്ട്. അതുകൊണ്ട് ഈശ്വരനെ കാണാൻ ദാഹിക്കണം. ഈശ്വരനിൽ നിന്ന് എല്ലാ പ്രാപ്തികളും അനുഭവിക്കാനുള്ളൊരു വിശപ്പ് വേണം. ആ ഒരു വിശപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിനെയാണ് ആത്മീയ വിശപ്പ് എന്ന് പറയുന്നത്, ആത്മീയ ദാഹം എന്ന് പറയുന്നത്. ആ ഒരു ദാഹം ഇന്നില്ല. കാരണം മനുഷ്യർ താൽക്കാലികമായ പ്രാപ്തിയിലേക്ക് കുടുങ്ങുന്നു. ഈ കുറച്ച് പ്രാപ്തി, ഇത്തിരി നേരത്തേക്കുള്ള പ്രാപ്തി, ഈ പ്രാപ്തി മതി. അപ്പം ആ കുറച്ച് നേരത്തെ പ്രാപ്തി കഴിയുമ്പോൾ പിന്നെ അടുത്തതിലേക്ക്, പിന്നെ അതിൻ്റെ അടുത്തതിലേക്ക്. പക്ഷെ അവസാനം മനസ്സിലാവും ഒന്നും ഞാൻ നേടിയില്ല എന്ന്. അപ്പം അതിനേക്കാൾ എല്ലാ ദിവസവും നമുക്ക് കുറച്ച് നേരെങ്കിലും ഈ ഒരു ദാഹം കൊണ്ടുവന്നാൽ പോരെ? എല്ലാ ദിവസവും നമുക്ക് കുറച്ച് നേരം ഈശ്വരൻ്റെ അടുത്തേക്ക് തിരക്കിട്ട് ഓടിയാൽ പോരെ? അങ്ങനെ ഒരു മാനസിക അവസ്ഥയെ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഹിമാലയം വരെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് മുഴുവൻ ലോകത്തിലേക്കും ഒന്നും ചുറ്റിക്കറങ്ങി നമ്മുടെ ശരീരം കൊണ്ടുള്ള അധ്വാനം പോലും ആവശ്യമില്ല. നമ്മളുടെ മനസ്സാണ് അതിന് റെഡിയാകേണ്ടത്. അപ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം, നമ്മളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടി. അതായത് ഒരിക്കലും കുറേ തീർത്ഥാടനം ചെയ്യുന്നവർ, അവരൊരുപാട് സ്ഥലങ്ങളിലെല്ലാം പോയി തീർത്ഥാടനം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് അവരൊരു വയസ്സായ ഒരു മുത്തശ്ശിയെ കണ്ടുമുട്ടുന്നു. ആ മുത്തശ്ശി തൻ്റെ കുടിലിന് മുറ്റത്ത് എന്തെല്ലാം തിരഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് മുത്തശ്ശി തിരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് ഒരു വില പിടിച്ച നാണയം കളഞ്ഞുപോയി, അത് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങളും കൂടി സഹായിക്കാം എന്ന് പറഞ്ഞ തീർത്ഥാടക സംഘം മുത്തശ്ശിയുടെ കൂടെ അത് തിരയാൻ ആരംഭിച്ചു. പക്ഷെ അവിടെയൊന്നും തിരഞ്ഞിട്ട് അത് കണ്ടില്ല.
അപ്പോൾ മുത്തശ്ശിയോട് ചോദിച്ചു, അത് കളഞ്ഞു പോയ ആ കറക്റ്റ് സ്ഥലം പറയും, എങ്കിൽ അത് അന്വേഷിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അത് കുടിലിൻ്റെ ഉള്ളിലാണ് പോയത്. മുത്തശ്ശി തിരഞ്ഞുകൊണ്ടിരുന്നത് കുടിലിൻ്റെ വെളിയിലായിരുന്നു. അപ്പോൾ കുടിലിനുള്ളിൽ പോയ സാധനം കുടിലിനുള്ളിലല്ലേ തിരയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, കുടിലിനുള്ളിൽ വെളിച്ചമില്ല, പുറത്ത് വെളിച്ചമുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വെളിച്ചത്തിൽ തിരഞ്ഞു. അപ്പോൾ തീർത്ഥാടകർ ചോദിക്കുകയായിരുന്നു, കുടിലിനുള്ളിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ പോരായിരുന്നോ? അപ്പോൾ മുത്തശ്ശി ഒരു ജ്ഞാനിയായിരുന്നു. മുത്തശ്ശി തിരിച്ചുത്തരം പറഞ്ഞു, കുടിലിനുള്ളിൽ വിളക്ക് കൊളുത്തി വെക്കാൻ പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തൊരു വിളക്ക് കൊളുത്തി വെച്ചുകൂടായിരുന്നു? എന്തിനാ നിങ്ങൾ ഇത്രയും പുറത്തൊക്കെ കറങ്ങിയത്? നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ അറിവിൻ്റെ വെളിച്ചം, ഈശ്വര അനുഭൂതിയുടെ വെളിച്ചം നിങ്ങൾ കൊളുത്തി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എവിടെയും ചുറ്റിക്കറങ്ങേണ്ട ആവശ്യമേ ഇല്ല. അകത്ത് വെളിച്ചമില്ലാതെ പുറത്ത് വെളിച്ചം കണ്ട് തപ്പിക്കൊണ്ടിരുന്നാൽ എത്ര നാളാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക, തേടിക്കൊണ്ടിരിക്കുക? എന്നാണ് നമ്മൾ ഈശ്വരനെ കണ്ടെത്തുക? അല്ലെങ്കിൽ എന്നാണ് നമ്മൾ ആ ഈശ്വര അനുഭൂതി ചെയ്യുന്നത്? അപ്പം അതിൻ്റെ അർത്ഥം ഈശ്വരൻ നമ്മുടെ അകത്തുണ്ടെന്നല്ല. എന്നാൽ ഈശ്വരൻ തീർച്ചയായും ആ ബ്രഹ്മലോക നിവാസി തന്നെയാണ്. എന്നാൽ ബ്രഹ്മലോകത്തിലിരിക്കുന്ന ആ ഈശ്വരനെ ഓർമ്മിക്കാൻ എൻ്റെ മനസ്സ് തയ്യാറാകണം. എൻ്റെ മനസ്സിൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചം നിറയണം. അതായത് അതിലേക്കുള്ള വിധി ഞാൻ കണ്ടെത്തണം. വിധി കണ്ടെത്തിയാൽ മാത്രം പോരാ, ഞാനത് അഭ്യസിക്കാനും തയ്യാറാവണം. അപ്പം അങ്ങനെയുള്ള ഒരു ചിട്ട, ഒരു നിയമം ഞാൻ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാരതത്തിൽ ഈശ്വരീയ ചിട്ട വളരെ കൂടുതലാണ്. എത്ര വ്രതങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കാറുള്ളത്. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിലൊരു വ്രതം നമ്മൾ ആരും അനുഷ്ഠിക്കാറില്ല. അതിനാൽ ഇന്നു മുതൽ നിങ്ങളുടെ ഉള്ളിലെ വ്രതം, ആന്തരികമായ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും അകമഴിഞ്ഞ് അത്രമാത്രം സത്യസന്ധമായിട്ട് വ്രതം പാലിക്കാൻ തയ്യാറാവും. ചിന്തകളുടെ വ്രതം, നിങ്ങളുടെ ഭാവനയുടെ വ്രതം, പരിധിയില്ലാത്ത ഈശ്വര പ്രാപ്തികളിലേക്കുള്ള ആ യാത്രയിലേക്കുള്ള ആ വ്രതം. അതായത് മനസ്സെപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കട്ടെ ഈശ്വരനിലേക്ക്. ആ വ്രതം നമുക്ക് ഇന്നു മുതൽ അനുഷ്ഠിക്കാൻ തുടങ്ങാം. ബാഹ്യമായ വ്രതവും നിങ്ങൾ അനുഷ്ഠിച്ചോളൂ, കാരണം അത് ബാഹ്യമായ ജീവിത കാര്യങ്ങളെ സഹായിക്കും. എന്നാൽ ആന്തരികമായ വ്രതം നിങ്ങളുടെ മനോബലത്തെ വർദ്ധിപ്പിക്കാൻ, മനസ്സിൻ്റെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കാൻ, ഈശ്വരനോടുള്ള നിങ്ങളുടെ മാനസിക ബന്ധത്തെ വികസിപ്പിക്കാൻ സഹായിക്കും.